ടീച്ചറമ്മയെ മന്ത്രി ആരാ ടീച്ചറമ്മ? ആരാ മന്ത്രി? അങ്ങനെ അമ്മ കേരളത്തില്ലല്ലോ. ടീച്ചറമ്മ ആരാ? ആരാ ശരി? ഒരമ്മയ്ക്കും അങ്ങനെ ആരും പേരിട്ടില്ല. അപ്പൊ അവരവരുടെ പേര് പറഞ്ഞാൽ മതി. പൊളിറ്റിക്കൽ ക്രിമിനൽസ് എന്നൊരു വിഭാഗം വളർന്നു വരുന്നുണ്ട് എല്ലായിടത്തും. ചിലടത്ത് കുറച്ച് കൂടുതലാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അകത്ത് കയറി ക്രിമിനലൈസ്ഡ് ആക്ടിവിറ്റീസ് നടത്തി പാർട്ടികളുടെ ലേബലിൽ വിളിച്ചുന്നവരെയാണ് പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് ഞാൻ ഇത് പറഞ്ഞിട്ട് 2 വർഷമായി. 2021 പറഞ്ഞു. അത് വർദ്ധിച്ചു വരുന്നുണ്ട്. ഈ പൊളിറ്റിക്കൽ ക്രിമിനലുകളുമായി ചങ്ങാത്തം കൂടി പത്രമാധ്യമങ്ങളിൽ അവരുടെ താല്പര്യപ്രകാരം വാർത്ത കൊടുക്കുന്ന ഒരു കൂട്ടം പൊളിറ്റിക്കൽ ക്രിമിനലുകളായിട്ടുള്ള ജേർണലിസ്റ്റുകളും പ്രാദേശികമായിട്ട് മുകളിലോട്ടല്ല. ഒരു വിഭാഗമെന്ന് ഞാൻ പറഞ്ഞത് ഒരിക്കലും പാടില്ല. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ സാമൂഹികമായി നമുക്ക് ആലോചിക്കാൻ പറ്റിയ സമയം. പിന്നെ പുതുശ്ശേരി പറഞ്ഞു ടീച്ചറമ്മയെ മന്ത്രി ആരാ ടീച്ചറമ്മ? ആരാ മന്ത്രി? അങ്ങനെ അമ്മ കേരളത്തില്ലല്ലോ. ടീച്ചറമ്മ ആരാ? പുതുശ്ശേരി? ഒരമ്മയ്ക്കും അങ്ങനെ ആരും പേരിട്ടില്ല. അപ്പൊ അവരവരുടെ പേര് പറഞ്ഞാൽ മതി. അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് പറയുന്നത്. ആയിക്കോട്ടെ. ഒരു പ്രത്യേക ആൾ മന്ത്രിയായില്ല എന്ന് നമ്മൾ വേദനിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടൊന്നും വേദനിക്കേണ്ട കാര്യമില്ല. മന്ത്രിയാവേണ്ട ആരെല്ലാം മന്ത്രിമാരായില്ല കേരളത്തിൽ? എത്ര പേര് മന്ത്രിമാരായില്ല കഴിവുള്ളവർ? നാളെ ആകുമായിരിക്കും. പ്രായം വളരെ വാർദ്ധക്യമൊന്നും ആയില്ല, ചിലപ്പോൾ ആകുമായിരിക്കും. ഞാനത് വിമർശിക്കുകയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മന്ത്രിയൊക്കെ ആവണമെങ്കിൽ പലരും പലതരത്തിൽ മന്ത്രിയാകും. ആ മന്ത്രിമാരെ പറ്റിയല്ല ഞാൻ പറയും. കൊച്ചു പാർട്ടിക്ക് വളരെ ചെറിയ ഒരു MLA മാത്രമേ കാണും. അയാൾ മന്ത്രിയാണ്. അയാളെ പുതിയ ആളായിരിക്കും. അത് വിടുന്നു. പക്ഷെ നമ്മുടെ രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട ദീർഘകാല പാരമ്പര്യമുള്ള 1885 കോൺഗ്രസ് രൂപീകരിക്കുന്നത്. ഓൾഡസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി ഇൻ ഇന്ത്യ കോൺഗ്രസ്, ഇന്റർനാഷണൽ കോൺഗ്രസ്. 1885 ഓർമ്മയുണ്ടല്ലോ. ദാദാഭായി നവറോജി, പിന്നെ നമ്മുടെ അല്ലൻ ഒക്ടേവിയൻ ഹൂമോണ്ടാക്കിയ പാർട്ടിയാണ്. ആ പാർട്ടിയാണ് ഇന്നും ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. ഭരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ തൊട്ട് താഴെ നിൽക്കുകയാണ്. 920 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നത് 920. അത് കഴിഞ്ഞ് മുസ്ലിം ലീഗ് ഉണ്ടായി. അത് കഴിഞ്ഞ് RSSഉം ജനസംഘവും ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പാർട്ടികളെല്ലാം 930 മുമ്പ് ഉണ്ടായതാണ്. എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ പാർട്ടികൾ, ഒരു നൂറ്റാണ്ടിലേറെയുള്ള കോൺഗ്രസ്. ഞാൻ അത്തരം പാർട്ടികളെ പറ്റി അതിനകത്തൊക്കെ ഒരാൾ മന്ത്രിയാവണമെങ്കിൽ കുറച്ചു കാലം കഷ്ടപ്പെടും, കുറച്ചു കാലം പോരാടണം ആ പ്രസ്ഥാനത്തിന് വേണ്ടി. ഏത് രാഷ്ട്രീയക്കാരോടും അതിനകത്ത് തന്നെയുള്ള തെറ്റുകളോടൊക്കെ പോരാടി ജനങ്ങളുടെ സ്നേഹമൊക്കെ ആർജിച്ച് നാടിൻ്റെ അധികാരം കയ്യിൽ ഏൽപ്പിച്ചാൽ ഇവൻ്റെ കയ്യിൽ നിന്ന് അധികാരം വഴുതത്തില്ല എന്ന് ഉറപ്പുള്ളവരെ മാത്രമേ മന്ത്രിയാക്കാവൂ. അല്ലാതെ ആവുന്നുണ്ടാവും. അത്യാവശ്യം ഒരു ലാത്തിയൊക്കെ ശരീരത്തിൽ കൊള്ളണം. അതൊക്കെ അറിഞ്ഞിരിക്കണം. അങ്ങനെയൊക്കെയാണ് ഇവിടെ ആയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു സഹാനുഭൂതിയല്ല മന്ത്രിസ്ഥാനം. നല്ലപോലെ സംസാരിക്കുന്നതല്ല മന്ത്രിസ്ഥാനം. ആ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച് പ്രസ്ഥാനത്തെ വളർത്തി അഭിപ്രായങ്ങൾ ധൈര്യമായി പറഞ്ഞ് കിട്ടിയ അവസരങ്ങളൊക്കെ ഉപയോഗിച്ച് പ്രക്ഷോഭണങ്ങളുടെ മുൻപന്തിയിലൊക്കെ നിന്ന് അങ്ങനെയാണ് ഏറിയ കൂറും വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ചെറിയ പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ വൈയക്തികമായിട്ട് വന്നിട്ടുള്ള പരാമർശങ്ങളാണ്. അതൊരു കുഴപ്പമായിട്ടോ തെറ്റായിട്ടോ പറയുകയല്ല. അതൊന്നും ഒഴിവാക്കണമെന്ന് ഞാൻ പറയുകയല്ല. സ്റ്റാലിനെ പറ്റി പറയുമ്പോൾ മറ്റേ ജയിലിൽ കിടന്ന കാര്യം ഉണ്ടെന്നുള്ളത് ഞാൻ അടുത്ത ലേഖനത്തിൽ എഴുതണമെന്ന് ഞാൻ പറഞ്ഞു. എന്ത് തെളിയിക്കുന്നില്ല.